ഇതിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മൾക്ക് സമർപ്പിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ച് ജീവിക്കലാണ്. അതാണ് ലോക ജനങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്താണ് സുന്നത്ത് ജമാഅത്ത്, എന്താണ് പരിശുദ്ധമായ ഇസ്ലാം, എന്താണ് മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ ആകാശവും ഭൂമിയും തമ്മിലുള്ള മനുഷ്യരും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതെല്ലാം ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങൾ വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ ജീവിച്ചൊരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങൾ. ബഹുമാനപ്പെട്ട നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തില്ലേ, താജുൽ ഉലമ നവ്വറല്ലാഹു മർകദഹു. മഹാനവറുകൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു മകനെ തന്നിരിക്കുന്നു, കോയമ്പത്തങ്ങൾ. ആ തങ്ങളെ പിന്നാലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. അത് വെറുതെ അല്ലല്ലോ പറഞ്ഞത്, ആലിമീങ്ങളുടെ സ്വഭാവമാണത്. കാരണം അവർ നിങ്ങളുടെ അഥവാ നമ്മുടെ മേലിലുള്ള ഒരു കാളജിയാണ്, അത് ഒരു ചിന്തയാണ്. എന്റെ ശേഷം എന്റെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട്, അവർക്ക് നേതൃത്വം നൽകാൻ ഒരാള് വേണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഞങ്ങൾക്ക് സമർപ്പിച്ചൊരു മുത്താണത്. ആ മുത്ത് ഈ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് കൂറത്തെന്ന് പറയുന്ന പ്രദേശത്ത് ചില മഹാന്മാര് വന്നു ഇവിടെ. ആ മഹാന്മാരിൽ വലിയ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ തങ്ങളവറുകൾ ഉണ്ടായിരുന്നു, ചാവക്കല്ല് ഉപ്പാപ്പുണ്ടായിരുന്നു, കുമ്പോൾ തങ്ങളുടെ വാപ്പയുണ്ടായിരുന്നു. അവര് കൂറത്തേക്ക് വന്നിട്ട് ഒരു കൊത്തുബിയത്ത് കഴിച്ചിട്ട് രാവിലെ ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി നവ്വറല്ലാഹു മർകദഹു മഹാനവറുകൾ പറഞ്ഞു, ഈ നാട്ടിലേക്ക് ഒരാള് വരാനുണ്ട്. ആ ആൾ ഈ നാട്ടിലേക്ക് വന്നാൽ ഈ നാട്ടിലുള്ള വെള്ളവും ഈ നാട്ടിലുള്ള മണ്ണും മരുന്നായി മാറും എന്ന് കാലങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാണ്, പറഞ്ഞതാണത്. ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ഭാഗമായി ഒരു ചെറിയ കുഗ്രാമത്തിലേക്ക്, വീടില്ലാത്ത ചെറിയ കുറച്ച് വീടുകളുള്ള സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങള് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടത്തേക്ക് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നു, അവിടെ ഇങ്ങനെ ഖുർആൻ ഓതുകയായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ തങ്ങളുടെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു. ഞാനും തങ്ങളുമായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഖുർആൻ ഓതുന്നതിന്റെ ഇടക്ക് തന്നെ അഥവാ അവിടുന്ന് ചെറിയൊരു സ്വലാത്ത് കിതാബുണ്ട്, ദലായിലുൽ ഖൈറാത്തുണ്ട്. അതിങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ചെറിയ മന്ത്രിച്ചു കൊടുക്കും, ഇശ്വി ഇശ്വി അന്ത ഷാഫി. എത്രയോ ആളുകൾക്ക് ശിഫ കിട്ടിയ സംഭവം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്. എന്തിനാണ് ഏറെ പറയുന്നത്, കൂറാ തങ്ങളുടെ ഒരു കറാമത്തും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വയത് തുടങ്ങാമല്ലോ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ തൊട്ടടുത്തൊരു പ്രദേശമാണല്ലോ. എനിക്കറിയില്ല, നമ്മുടെ ഇസ്ഹാഖ് ഹാജി ബെള്ളാര അല്ലേ, പാജപ്പള്ള ഇസ്ഹാഖ് ഹാജി, അല്ലാഹു അദ്ദേഹത്തിനിക്ക് അതാ ശിഫ നൽകുമാറാവട്ടെ. രോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകന് നാട് വിട്ടുപോയ സംഭവം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ആള് വ്യക്തമാക്കി കൊണ്ട് തന്നെ പറയട്ടെ.
അദ്ദേഹം ഒരുപാട് കാലമായി നാട് വിട്ടിട്ട് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഹാജി ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് പോയി. എന്റെ മകൻ നാട്ടിലേക്ക് വരുന്നില്ല, എന്റെ മകൻ നാട്ടിലേക്ക് വരാതെ കാലങ്ങളായി നാട് വിട്ടുപോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് തങ്ങന്മാരടുത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആരുടെ അടുത്തേക്കും പോയിട്ടും അദ്ദേഹത്തിലേക്ക് ഫല കണ്ടില്ല. അവസാന ജനങ്ങളൊക്കെ പറഞ്ഞു, ഉള്ളാളത്തങ്ങളുടെ ഒരു മകൻ കൂറത്തുണ്ട്, ചെറിയ പള്ളിയിൽ ഇങ്ങനെ ഇമാമത്തുണ്ട്, അവിടെ നിങ്ങൾ പോയിട്ടൊരു കാര്യം പറഞ്ഞാലോ. അപ്പോഴാണ് അയാള് പറയുന്നത്, ഞാൻ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ടില്ലേ, എന്നിട്ട് എനിക്ക് പരിഹാരം കിട്ടിയിട്ടില്ല. ഒരുപാട് തങ്ങന്മാരടുത്തേക്കും ആലിമീങ്ങളടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്, പരിഹാരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഞാൻ തങ്ങളുടെ മകനാകുന്ന അയാളടുത്തേക്ക് പോയാൽ കാര്യം ലഭിക്കുമോ എന്ന് അയാൾക്ക് ഇങ്ങനെ സംശയം വന്നപ്പോ ജനങ്ങള് വീണ്ടും പറഞ്ഞു, ഒന്നങ്ങോട്ട് പോയാലോ, കാരണം പല ആളുകളും പോകാറുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം തങ്ങളുടെ അടുത്തേക്ക് വന്നു. തങ്ങളോട് പറഞ്ഞു, എന്റെ മകനെ കാണാതെ കാലങ്ങളായി, അതുകൊണ്ട് ഞാൻ എന്ത് വേണം തങ്ങളെ. അപ്പൊ തങ്ങൾ സാധാരണ പതിവ് പോലെ യാസീൻ ഓദിക്കും. മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ ഒരു ജഗ്ഗില് വെള്ളം എടുത്തോ, അതിലേക്ക് യാസീനും ഖുൽ ഹുവല്ലാഹു ഖുൽ ഔദു റബ്ബിൽ ഫലഖ് ഖുൽ ഔദു റബ്ബിൻ നാസ് എന്നിട്ട് ഓദിക്കോ. അത് വെള്ളം കുടിച്ചോ, ചുറ്റുഭാഗത്തൊക്കെ തെളിച്ചോ, വരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു വിട്ടു. 28 ദിവസം കഴിയുമ്പോഴേക്കാണ് ആ മകൻ ഫോൺ വിളിക്കുന്നത് നാട്ടിൽ വാപ്പക്ക്. ഞാൻ ഇന്ന സ്ഥലത്തിന് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷനോട് ഞാൻ നാട്ടിലേക്ക് വരാം. അപ്പോഴാണ് ഇവര് വന്നിട്ട് പറയുന്നു, കുറെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ നാട്ടിലേക്ക് വരാമെന്ന് ഫോൺ വിളിച്ചു. ആയിക്കോട്ടെ, എല്ലാം കണ്ടീഷൻ എടുത്തോ, നാട്ടിലേക്ക് വരട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവര് ആ യാസീൻ ഓതും തീരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുത്ത യാസീൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ മകൻ നാട്ടിലേക്ക് എത്തുന്നു. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മടവൂർ തങ്ങളവരുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവറുകൾ അതാ മൈസൂരിൽ ഇങ്ങനെ പോയ സമയത്തിലാണ്, എന്തോ ആവശ്യത്തിന് പോയി അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്തോ ഒരു ഹനഫി പെണ്ണ് മഹാനവറുകൾ അടുത്തേക്ക് വരുന്നു. ഉസ്താദേ, കന്നഡത്തിലാണ് പറയുന്നത്, എന്റെ മകനെ കാണാനില്ല, എന്റെ മകനെ കാണാനില്ല എന്നാ പറയുന്നത്. ആ സമയത്ത് ശൈഖ് അവറുകൾ പറഞ്ഞു, നിന്റെ മകൻ വന്നോളൂ, ഇനി അവനവിടെ ഇരിക്കണ്ട, ഇനവിടെ ഇരിക്കണ്ട, അവൻ തിരിച്ചു വന്നോളൂ. അങ്ങനെ പറയുകയാണ്. ഈ ഉമ്മ തിരിച്ചു പോവുകയാണ്. കേവലം ഒരു 2 വാക്കാണ്. ഉമ്മാന്റെ മനസ്സിലെന്തെന്നാണ് തോന്നിയത് അറിയില്ല. ഈ ഒരു 2 വാക്ക് കൊണ്ട് എന്റെ മകൻ വരുമോ ചിന്തിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോ സുബഹിയാകുന്ന നേരത്ത് അതാ ഉമ്മയുടെ വീട്ടിന്റെ വാതിലങ്ങ് മുട്ടുകയാണ്. ആരാണ് നോക്കുമ്പോ മകനാണ്. തുറന്നു നോക്കുമ്പോ പ്രിയപ്പെട്ട മകനാണ്. നോക്കൂ നിങ്ങൾ, മഹാന്മാരുടെ കറാമത്താണത്, ഔലിയാക്കളുടെ കറാമത്താണത്. അങ്ങനെ മഹാനവറുകൾ ആ പറഞ്ഞ സ്ഥിതിക്ക് മകനങ്ങ് വരുന്നു. എന്നിട്ട് ഉമ്മ മകനെ കണ്ടപ്പോൾ ആ ഒരു സംഗതി അവർണ്ണനീയമാണല്ലോ, പറയേണ്ടതില്ല. ആ സമയത്തിലാണ് മകനെയും കൊണ്ടുപോയിട്ട് ശൈഖ് അവരുടെ മുമ്പിൽ അങ്ങ് പറഞ്ഞപ്പോ ശൈഖ് അവറുകൾ പറയുകയാ, ശൈഖ് അവറുകളെ കാണുമ്പോ മകൻ പറഞ്ഞു പോയി, ഉമ്മാ, ഞാൻ ഇന്ന സമയത്ത് സ്ഥലത്ത് താമസിക്കുമ്പോ എന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി തന്നുകൊണ്ട് പോടാ നിന്റെ ഉമ്മവൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ദിവസം എന്റെ മുഖത്തേക്ക് അടിച്ചത് ഈ അദ്ദേഹമാണെന്ന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മടവൂർ തങ്ങൾ അവരെ കാണിച്ചുകൊണ്ട് മകൻ പറയുമ്പോ സമാനമായ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം.
അല്ലാഹുവിന്റെ ദീന് എങ്ങനെയാണ് ദീന് നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു പരിശുദ്ധമായ ഇസ്ലാം ദീന് നിലനിർത്തുന്നത് എങ്ങനെയാണ്? മഹാന്മാരുടെ അതാ കറാമത്ത് കൊണ്ടാണോ? അമ്പിയാക്കന്മാരുടെ മോചിസത്ത് കൊണ്ടോ? അതേ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടോ? സ്വാലിഹീങ്ങളുടെ കറാമത്ത് കൊണ്ടോ? അല്ലാഹു പരിശുദ്ധമായ ദീനിനെ നിലനിർത്തുന്നു. ഖിയാമത്ത് വരെ വരുന്ന ആളുകൾ മഹാനായ വലിയുള്ളാഹി മടവൂർ ശൈഖ് തങ്ങളുടെ കറാമത്ത് ബഹുമാനപ്പെട്ട ഖുറാൻ തങ്ങളുടെ കറാമത്ത് പറഞ്ഞു വരികയാണ്. ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം, കൂറത്തൊരു പ്രദേശത്തിൽ ജീവിക്കുന്ന ഒരു ഇതര മത സഹോദരനുണ്ട്. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തങ്ങളെ കാണുമ്പോൾ എപ്പോഴും അയാൾ രണ്ട് കൈ ഇങ്ങനെ കോർത്തു പിടിക്കുകയാണ്. വേണമെങ്കിൽ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആളെ കാണിച്ചു തരും. അദ്ദേഹം വർഷങ്ങൾക്ക് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് കൂറത്തേക്ക് വരുന്ന മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അവിടുന്ന് മദ്രസ വിട്ടു പോകുന്ന സമയത്ത് കല്ലെടുത്തെറിയാറുണ്ട്. ഒരുപാട് ദിവസങ്ങൾ പറഞ്ഞു നോക്കിയ ആളുകൾ കല്ലെറിയാൻ പാടില്ല, കല്ലെറിയരുത് കേട്ടില്ല. അയാളുടെ മനസ്ഥിതി അതായിരുന്നു. അങ്ങനെ കൂറത്തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഒരു മനുഷ്യനുണ്ട്, ഇതര മത സഹോദരനായ ഒരു മനുഷ്യന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോകുമ്പോ കല്ലെടുത്തെറിയുന്നു, ഞങ്ങളെ പറഞ്ഞതനുസരിക്കുന്നില്ല. തങ്ങൾ പറഞ്ഞു പോയി, എന്നാൽ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവനെ പാമ്പ് കൊത്തി കളയും എന്നിങ്ങനെ പറയുകയും ചെയ്തു. 4 ദിവസം കഴിയുമ്പോൾ അയാളെ പാമ്പ് കൊത്തി. ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. വല്ലാത്ത രോഗമായി അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇട്ടു. രോഗം ഭേദമാകുന്നില്ല, ശിഫയാകുന്നില്ല. അവസാനം സുബ്ഹാനല്ലാഹ് അയാളിങ്ങനെ രോഗിയായി മരണശയ്യയിൽ കിടക്കുന്ന സമയത്തിലാണ് അദ്ദേഹത്തിന് അതാ ഓർമ്മ വന്നുപോയി, തങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ അല്ല മദ്രസയുടെ കുട്ടികൾക്ക് കല്ലെറിഞ്ഞതുകൊണ്ടാണോ? മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയമാണല്ലോ, അല്ലല്ലോ. മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഈ നാട്ടിൽ നല്ലൊരു ദർസ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മുതഅല്ലിമീങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയുമോ? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിലോ, പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിലോ മുതഅല്ലിമീങ്ങളെ വേണ്ടേ? പഠിക്കാതെ ഇൽമുണ്ടാകില്ലല്ലോ. പഠിപ്പിക്കാൻ ഉസ്താദുമാരെ വേണം. അതുകൊണ്ട് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ ആരാണ്? നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ ആരാണ്? അത് മുതഅല്ലിമീങ്ങളാണ്. തങ്ങളവറുകൾ പോകുന്ന വരുന്ന സ്ഥലത്തിലുള്ള കിട്ടുന്ന പണം അവിടുത്തെ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അവിടുത്തെ ഉസ്താദന്മാരുടെ ശമ്പളത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇത് തങ്ങളുടെ സ്വഭാവമല്ലേ? ഖുർആൻ തങ്ങളുടെ സ്വഭാവമല്ലേ? സാധുവായ തങ്ങളെ കൂടെ ഞാൻ അതാ യാത്ര ചെയ്തിട്ടുണ്ട്. ട്രെയിനിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, കാറിലൂടെ ദീർഘനേര യാത്ര ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സ്വഭാവം ഞങ്ങളൊക്കെ കണ്ടുപഠിച്ചതാണ്. മുതഅല്ലിമീങ്ങളോട് വലിയ സ്നേഹമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വല്ലതും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞുപോയി, പാമ്പ് കടിക്കും അവനെ. അങ്ങനെ അദ്ദേഹത്തിനാണ് പാമ്പ് കടിച്ചത്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വേണമെങ്കിൽ കുറച്ചാരോട് ചോദിച്ചാൽ പറയും. കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ അയാൾ രോഗിയായി. അവസാനം രോഗം ഭേദമാകാത്തപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അവിടുന്ന് അതാ തങ്ങളടുത്തേക്ക് വരുന്നത്. അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോകുന്നു. രോഗം ശിഫയാകുന്നു. അതിന്റെ ശേഷം തങ്ങളെ കാണുമ്പോൾ അയാൾക്ക് വലിയ ബഹുമാനമാണ്. രണ്ടും കൈ ഇങ്ങനെ
താഴ്ത്തിപ്പിടിച്ചു തങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് നമിക്കലാണ്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ചിന്താഗതിയിൽ അയാൾ ജീവിച്ചു. 20 കൊല്ലത്തിന്റെ മുമ്പുള്ള കഥയാ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ഒരു വലിയ തങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ മാത്രം അല്ലാഹു അവിടുന്ന് നിഅമത്ത് ചെയ്തു. ആരാണ് കൂറത്ത തങ്ങളോ? മനസ്സിലാകാത്തവർക്ക് മനസ്സിലായില്ല. ഞാനൊരു 10-18 വർഷം മുമ്പ് പ്രഭാഷണം നടത്തിയ ഒരു CD കാസറ്റ് ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടായിരുന്നു. അതിൽ CM വലിയുല്ലാഹി തങ്ങളുടെ കറാമത്ത്, കൂറത്തങ്ങളുടെ അത്ഭുതമെന്ന് ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. 18 വർഷം മുമ്പുള്ളൊരു വയലായിരുന്നു അത്. അത്രയും വലിയ കറാമത്ത് കാണിച്ച ഒരു അത്ഭുത വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു മഹൽ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ചില ആളുകൾ മനസ്സിലാക്കിയില്ല, ചില ആളുകൾ ചിന്തിച്ചില്ല, ചില ആളുകൾ ആലോചിച്ചില്ല. ചീത്ത പറയേണ്ടവർ ചീത്ത പറഞ്ഞില്ലേ, ആക്ഷേപിക്കേണ്ടവർ ആക്ഷേപിച്ചില്ലേ, തമ്മാടിത്തരം കാണിക്കേണ്ടവർ തമ്മാടിത്തരം കാണിച്ചില്ലേ. തങ്ങളവറുകളെ മന്ത്രിക്കുന്ന വെള്ളത്തിന് വാട്സപ്പിലിട്ടിട്ട് കളിയാക്കിയവരില്ലേ? ആരെയാ കളിയാക്കുന്നത്? ഒരുപാട് കറാമത്തുകൾ കാണിച്ച എനിക്ക് തന്നെ 100,000 കറാമത്തുകൾ പറയാനുണ്ട്. പാവപ്പെട്ടവരെ സ്നേഹിച്ച, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച, ഒരു ദിവസം സുബ്ഹാനല്ലാഹ് മംഗലാപുരം ഭാഗത്ത് അതാ അവിടെ സന്തോഷ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ജുമഅ തുടങ്ങാൻ വേണ്ടി പോയപ്പോ സുബ്ഹാനല്ലാഹ് കമീസ് ഇട്ടിട്ടാണ് ജുമഅ ഖുത്ബ ഓതിയത്. പെട്ടെന്ന് ജുമഅ നിസ്കാരം കഴിഞ്ഞു, പുറത്തേക്ക് വന്ന കമീസൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഞാൻ ചോദിച്ചു, തങ്ങളെ എന്തിനാണ് കമീസ് മാറ്റുന്നത്? അത് ഇട്ടുകൂടെ? ഇനിയും ഇവിടെ പരിപാടികളുണ്ടോ? അപ്പോഴാണ് തങ്ങള് പറയുന്നത്, ഷാളിടുന്ന ആള് ഞാനല്ല, വലിയ ഗാംഭീര്യം കാണിക്കാൻ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന ആളല്ല. അതല്ല, കമീസ് ധരിച്ചത് നിങ്ങൾ ധരിച്ചോളൂ, തലയെക്കെട്ട് നിങ്ങൾ ധരിച്ചോളൂ. ഞാനൊരു സാമ്പിളാണ്, എനിക്ക് പഴയ ചുരുങ്ങിയ ഷർട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഷർട്ട് ധരിച്ചുകൊണ്ട് ആ 3 അതാ വലല്ലാലിയ ഷർട്ട് ധരിച്ചു അകത്തേക്ക് പോയിരിക്കുന്നു. ഒരു ചാടകളില്ല, ഒരു അതാ നിലക്ക് ബഹുമാനമില്ല, വലിയ ആളായി കാണണമെന്നില്ല. എവിടെ കാണിച്ചാലും തങ്ങൾ ഇരുന്നു കൊടുക്കും, എവിടെ വിളിച്ചാലും തങ്ങൾ വന്നു വരും. ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. അങ്ങനെയുള്ള വലിയ കറാമത്ത് കാണിച്ച വലിയ അത്ഭുത വ്യക്തിയല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയത്? ഒന്ന് ആലോചിച്ചോ. എന്നോട് പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾക്ക് ഒത്തായില്ലല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ, തങ്ങൾ ഇത്ര വലിയ ആളെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചില്ലല്ലേ, ഞങ്ങൾ പല പള്ളിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, തങ്ങൾക്കെതിരെ സംസാരിച്ചു. സംസാരിച്ചവരൊക്കെ പഠിച്ചു, മനസ്സിലാക്കിയില്ലേ? അതല്ലേ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നമ്മൾക്ക് പഠിക്കാനുള്ളത്, ആലോചിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറ മഅസ്സിഹത്തി വൽ ആഫിയ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു കാന്തപുരം ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. കാന്തപുരം ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വധക്കേസിൽ ലോകം മുഴുവനും ഉറ്റുനോക്കി. എന്താണത് ഉറ്റുനോക്കിയത്? യമൻ എന്ന് പറയുന്ന രാജ്യം എന്താണ്? വലിയ നാടാണ്, ഇസ്ലാമിക ചിഹ്നമുള്ള നാടാണ്. പക്ഷെ വലിയൊരു മസ്അല ഇന്ത്യയിൽ നിന്നിട്ട്, കേരളത്തിൽ നിന്നിട്ട്, കാന്തപുരത്തിൽ നിന്നിട്ട് ഒരു മനുഷ്യൻ ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ലോകത്തോട്, ഈ ലോകത്ത് എത്ര മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്? 68 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. 68 രാഷ്ട്രങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് വലിയൊരു മസാല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണത്? ഒരു മനുഷ്യനെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലേണ്ടതുണ്ടോ? ഇനി കൊല്ലണമെങ്കിൽ എന്ത് വേണം? കൊല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ദിയ്യത്ത്, പിന്നെ ജിനായാത്ത്, ഖളാ എന്നൊക്കെ പറയുന്ന മസ്അലകൾ. ആ മസ്അലകൾ ലോകത്ത് ആരാപ്പ് പഠിപ്പിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ആരാ പഠിപ്പിച്ചത്? ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ കാലയളവിൽ പഠിപ്പിച്ചത് ഒരേ ഒരു നേതാവ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അവിടെ പറഞ്ഞു, ആ ഒരു മനുഷ്യനെ കഷ്ണങ്ങളായി മാറ്റിക്കളഞ്ഞിട്ട്, അവരുടെ സ്വന്തത്തിന് അത് വേറെ വിഷയമാണ്, അങ്ങനെ കഷ്ണങ്ങളായി വലിച്ചെറിഞ്ഞപ്പോൾ അതൊരു വധശിക്ഷയാണ്, തന്നെയാണ്, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇസ്ലാമിൽ അതിനെന്താണ് പരിഹാരമുള്ളതെന്ന് അവിടുത്തെ പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതനുസരിച്ച് അവർ വിധിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതനുസരിച്ച് തന്നെയല്ലേ വിധിച്ചത്? ഇന്ത്യയിൽ വെച്ചിട്ട് വലിയൊരു വിഷയമാണ് അല്ലേ? ഇന്ത്യയിൽ പല ആളുകൾ പറയാനുണ്ടോ, ഇന്ത്യയിൽ കൊലപാതകം നിൽക്കണോ? എന്ത് വേണം? സൗദിയുടെ ഭരണം കൊണ്ടുവരണോ? ചില ആളുകൾ പറയാറുണ്ട്. പല ആളുകളും, മുൻഗാമികൾ, ബുദ്ധിജീവികളൊക്കെ പറഞ്ഞു. നമ്മുടെ പിന്നെ ജവഹർലാൽ നെഹ്റു, അതുപോലെ മഹാത്മാഗാന്ധിജിയൊക്കെ പറഞ്ഞു, ഇന്ത്യയിൽ സമാധാനം നിലനിൽക്കണോ, ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണം കൊണ്ടുവരണോ എന്ന് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? കൊന്നവനെ കൊല്ലണം, അല്ലേ? കൊന്നവനെ കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോഴെന്താ ഇവിടെ ഇന്ത്യക്കാർ ചിന്തിച്ചു, കൊന്നവനെ കൊന്നു കളയണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളെ കൊല്ലേണ്ടി വരും. എത്ര ആളുകളെ ഇവിടെ ഒന്നിനും ആക്കാൻ പറ്റൂല, എല്ലാരും കൊല്ലേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, എത്ര? ഒന്നല്ല 100 പ്രാവശ്യം കൊല്ലേണ്ടി വരും. അതാണ് സംഭവം. ഒരിക്കൽ കൊന്നാ മരിക്കുമല്ലോ. സലഫികൾ പറഞ്ഞാലും ഒരു പ്രാവശ്യം വിളിച്ചാ കാഫറാവും, 2 പ്രാവശ്യം വിളിച്ചാല് 2 പ്രാവശ്യം കാഫിറാവും. ഇപ്പൊ ഈ കാഫറാവും 1000 പ്രാവശ്യം വിളിച്ചാല് പിന്നെന്താ 1000 പ്രാവശ്യം കാഫിറാവും. ഇവര് മനസ്സിലാക്കി എന്താന്ന്, ഈ കാഫിറാവെന്ന് പറഞ്ഞാൽ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ മനസ്സിലാക്കി. കാഫിർ എന്ന് പറഞ്ഞാൽ ചക്ക, പിന്നെ മാങ്ങ തേങ്ങ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ 1 പ്രാവശ്യം വിളിച്ചാ കാഫറാവും, 2 പ്രാവശ്യം വിളിച്ചാ പിന്നെയും കാഫറാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരിങ്ങനെ എന്താ മനസ്സിലാക്കിയത്? അപ്പൊ ഒന്നിനെ കൊന്നാല്, കൊല്ലവനെ കൊന്നാൽ പിന്നെ എത്ര ആളുകളെ കൊല്ലേണ്ടി വരും? പക്ഷെ ഇന്ത്യക്കാര് മനസ്സിലാക്കിയത് എന്താണ്? കൊന്നവനെ കൊല്ലണമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ നിയമം അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകളെ കൊന്നുകളയേണ്ടി വരും. പക്ഷെ അവിടെയും അതാ കാന്തപുരം ഉസ്താദ് നിലവിൽ വരികയാണ്. സുബ്ഹാനല്ലാഹ്, കൊന്നവരെ കൊല്ലണമെന്ന് ഇസ്ലാമിലുണ്ടെങ്കിലോ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറയുകയാണ്, അതിന് മാഫ് കൊടുത്താൽ നടക്കും, അല്ലെങ്കിൽ അതാ ജിനായത്തിലൂടെ നടക്കും, ദിയയിലൂടെ നടക്കുമെന്നോ. ഈ ഇന്ത്യ രാജ്യത്ത് കൊന്നവരെ കൊല്ലാതെ ഇരിക്കാൻ എന്താണ് അതാ കാരണമുള്ളതെന്നോ ഇന്ത്യയുടെ വലിയ ഗവൺമെന്റിന് വരെ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തില്ലേ? എത്രയാ വയസ്സ്? 90-ലധികം വരുന്ന വയസ്സാണ് മഹാനവറുകൾക്ക്. ആ മഹാനവറുകളാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സലഫികൾ പറയും കാന്തപുരം ഉസ്താദ് ലോകം നിയന്ത്രിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ. അതിന്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ. കാന്തപുരം ഉസ്താദ് ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലോ അതേ അവിടത്തെ ഭരണകൂടത്തിൽ സ്വാധീനമുണ്ടെന്നാണ്. അതേ ഗൾഫ് രാജ്യങ്ങളെ ഭരണകൂടത്തിൽ സ്വാധീനമുണ്ടെന്നാണ് ഇവിടത്തെ ഖതീബ് ഉസ്താദ്. ഇവിടത്തെ സിയാദ് സഖാഫി ഉസ്താദ് ഈ പഞ്ചാന്ന് പറയുന്ന നാട്ടിനെ ഭരിക്കുന്ന ആളാണ്, നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് കുട്ടികൾക്കാണ് അറിയാത്തത്? ആർക്കറിയാത്തത്? ഈ നാട്ടിലേക്ക് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഉസ്താദ് പറഞ്ഞവർ എല്ലാരും കേൾക്കും. അങ്ങനെയല്ലോ അതിന്റെ അർത്ഥം. അല്ലാതെ അതിന്റെ അർത്ഥം ഇതിനെ ഫുള്ള് കൺട്രോൾ ചെയ്ത് രാത്രി പകലാക്കുന്നതും പകല് രാത്രിയാക്കുന്നതും ഇവിടെ നിന്ന് ജീവിപ്പിക്കുന്നതും മറിപ്പിക്കുന്നതും ഒക്കെ അവനാണെന്ന് അദ്ദേഹം, അല്ലെങ്കിൽ അയാളാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥമുള്ളത്. കാന്തപുരം ഉസ്താദ് ലോകത്തിന് നിയന്ത്രിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർണാടക